വൈശാഖ മാസ ആചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ദേവി ഭാഗവതത്തെ അടിസ്ഥാനമാക്കി നടത്തുന്ന വെബിനാർ, അതിന്റെ 17ാമത്തെയും 18ാമത്തെയും ദിവസമാണ് ഇന്നും നാളെയും. ഇന്നും നാളെയും നമുക്ക് അറിവ് പകർന്നു തരുന്നത് കാപ്ര അച്യുതൻ നമ്പൂതിരിയാണ്. ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഇപ്പോൾ തുടങ്ങുകയാണ്. ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. പ്രാർത്ഥന ചെല്ലാൻ അമായ രവി ആണ് വന്നിട്ടുള്ളത്. അമായ രവി നമ്മുടെ ബാച്ച് 7ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിതാവ്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന സുരേന്ദ്രേട്ടന്റെ പേരക്കുട്ടി കൂടിയാണ്. മകളുടെ മകളാണ് അമായ രവി. അമായെ പ്രാർത്ഥന ചൊല്ലാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്തോളൂ അമായ. എല്ലാവർക്കും നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അമായ, താങ്ക്സ്, വളരെ നന്ദി. ഇനി സ്വാഗത പ്രസംഗാണ്. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി ഗിരീഷേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. സജ്ജനങ്ങളെ, ഇത് വൈശാഖ പുണ്യ മാസമാണ്. സത്യത്തില് വൈശാഖം എന്ന് പറയുന്ന ഈ പുണ്യമാസത്തിന്റെ പ്രാധാന്യം നമുക്കൊക്കെ മനസ്സിലാക്കി തന്നത് ഉത്തരമേഖല തന്ത്രി സമാജത്തിന്റെ ഈ ഉത്തരമേഖല ഘടകമാണ്. ഈ വൈശാഖ മാസം ഭഗവത്ഗീതയിലൊക്കെ തന്നെ പരാമർശമുണ്ടെങ്കിൽ തന്നെയും അതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയും അത് ആചരിക്കേണ്ട ആവശ്യകതയെ പറ്റിയും നമുക്കൊക്കെ ഏറ്റവും കുറഞ്ഞത് എനിക്കെങ്കിലും ഒരു ഉത്തമമായ ബോധമുണ്ടായത് ഈ പഠിതാവായി ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം മാത്രമാണ്. എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി ഞാൻ തന്ത്രി സമാജത്തോട് രേഖപ്പെടുത്തുകയാണ്. ഒപ്പം ഇതൊരു വലിയ സത്സംഗം തന്നെയാണ്. ശങ്കരാചാര്യ സ്വാമികള് സജ്ജനങ്ങളുടെ കൂടിച്ചേരലിനെ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തിയും, പരമമായ ജീവൻ മുക്തിക്കുള്ള ഉപാധിയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് സിദ്ധിച്ചിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആധ്യാത്മിക നഭോമണ്ഡലത്തിലെ ജ്വലിക്കുന്ന ഒരു മനയാണ് കാപ്രമന. അവിടെ നിന്നുള്ള അച്യുതേട്ടൻ തന്നെ ഇന്ന് ഈ സത്സംഗത്തിലെ മുഖ്യ ആചാര്യനായിട്ട്, മുഖ്യ പ്രഭാഷകനായിട്ട് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ വൈശാഖ മാസത്തിലെ നമ്മുടെ ഒരു പുണ്യമാണ് എന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം ആ മനയില്, കാപ്ര മനയില് ഒരു സോമയാജിമാര് വരെ ഉണ്ടായിട്ടുള്ള ഒരു വലിയ കുടുംബമാണ്. കേരളത്തിലെ നിരവധി വലിയ ഇല്ലങ്ങളുടെ ആചാര്യസ്ഥാനം അലങ്കരിക്കുന്ന ഗൃഹമാണ് കാപ്ര. അവിടെ നിന്നുള്ള ഒരു ജ്വലിക്കുന്ന നക്ഷത്രം തന്നെ, ആ അഗ്നിനാളം കെടാതെ കൊണ്ടു നടക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്, വലിയ ആചാര്യനാണ് ഇന്ന് നമുക്ക് മുഖ്യ പ്രഭാഷകനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം പൊന്നാനി താലൂക്കിൽ, മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ നിന്നാണ് വരുന്നത്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും അധ്യാപികയാണ്. മകൻ ബിരുദ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങ് ഇന്നത്തെ ഈ സത്സംഗത്തില് ഞങ്ങളോടൊത്ത് വന്നതിൽ ഞങ്ങൾക്കൊക്കെയുള്ള അഗൈതവുമായിട്ടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അങ്ങയെ ഹാർദവമായി അതീവ വിനയത്തോടെ ഈ സത്സംഗത്തിലേക്ക് മുഖ്യ പ്രഭാഷകനായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ഗ്രൂപ്പില് ആചാര്യ സ്ഥാനത്ത് തന്നെ എന്ന് ഞങ്ങൾക്ക് പറയാം, ഉപാചാര്യനായിട്ട് ഞങ്ങൾ സുരേന്ദ്രനേട്ടനുണ്ട്. അദ്ദേഹം വന്നതിന് ശേഷം വളരെ ഭംഗിയായിട്ടാണ് ഈ ഞങ്ങളുടെ പഠന ഗ്രൂപ്പ് നന്നായിട്ട് പോകുന്നുണ്ട്, സുരേന്ദ്രേട്ടനെ. ഒപ്പം ഞങ്ങൾക്കൊക്കെ ശ്രീരാമേട്ടന്റെ ഒരു വലിയ അങ്ങയുടെ സംഘടന ശൈലി, ആ വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ശ്രീരാമേട്ടനോടുള്ള ആ നന്ദി മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങയെ സ്വാഗതം ചെയ്യുന്നു, നാരായണേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളെയും ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. തുടങ്ങാലോ അല്ലേ?
തുടങ്ങാം. മ്യൂട്ടാണ്. തുടങ്ങാം. അതെ, തുടങ്ങാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാൽ കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ. ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. അനന്യത്രാണേകത്ര പ്രണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാമാത്സര്യാദ്യനുപമ മനോരോഗശമന പ്രവീണാം വാണീം സൽപ്രകര പരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായേ നമഃ. ചരണം ശരണം രമാംബികേ ചരണം ശരണം ത്രയംബകേ ചരണം ശരണം രമാംബികേ ചരണം ശരണം ത്രയംബകേ ചരണം ശരണം രമാംബികേ ചരണം ശരണം ത്രയംബകേ. ഈ സത്സംഗത്തിന്റെ സംഘാടകരായിട്ടുള്ള എല്ലാവർക്കും ഹൃദയംഗമമായ നമസ്കാരം. ഹിമാലയങ്ങളിലും ഗുഹാഗഹ്വരങ്ങളിലും അതീവ രഹസ്യമാർന്ന് ഉപദേശിക്കപ്പെട്ട ശാസ്ത്ര തത്വങ്ങൾ നവീകരണത്തിന്റെ ഓരോ പാതയും പിന്നിട്ട് ആധുനിക കാലത്തും ഉചിതമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നത് ഭാരത സംസ്കൃതിയുടെ സനാതന സംസ്കൃതിയുടെ സനാതനത്വം വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ. ലോകത്തെ എവിടെയും ഇരുന്ന് സത്സംഗം നടത്താൻ പുതിയ പുതിയ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ സാധിക്കുന്നു. അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു എന്നത് വലിയ അഭിമാനവും അതോടൊപ്പം നമുക്ക് ഏവർക്കും സമാജത്തിന് മുഴുവനും ഒരു മാതൃക തന്നെ എന്ന് എടുത്തു പറയട്ടെ. ആമുഖം നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദാർത്ഥം ഉപബൃംഹയേ എന്നാണ്. വേദത്തിന്റെ അർത്ഥത്തെ ഉപബൃംഹണം ചെയ്യലാണല്ലോ. ആ ഇതിഹാസ പുരാണങ്ങളിൽ എല്ലാം കൊണ്ടും പ്രത്യേകതയാർന്ന ദേവി ഭാഗവതം ഈ വൈശാഖ പുണ്യമാസകാലത്ത് അനുസ്മരിക്കുമ്പോൾ ദേവിയുടെ ആ അനുഗ്രഹത്തിന് കൃപാപാത്രങ്ങളായിട്ട് നാം തീരുന്നു. ആ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നതോടൊപ്പം ഈ ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ച ആ കാര്യം മനനം ചെയ്യുക നമുക്ക് നിർബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ദേവി ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിലെ 21 മുതൽ 40 കൂടിയിട്ടുള്ള അധ്യായങ്ങൾ 2 ദിവസങ്ങളെ കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്മരിച്ചു പോകാം. പൂർണ്ണമായും മൂലഗ്രന്ഥം പാരായണം ചെയ്തോ മറ്റോ അത് സാധ്യമല്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇതിഹാസ പുരാണങ്ങളെ സംബന്ധിച്ചിടത്തോളം പുരാണങ്ങൾക്ക് ദശലക്ഷണയുക്തമായ പുരാണങ്ങളിൽ ആ ദശലക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈശാനുകഥനം അഥവാ വംശാനുകീർത്തനം എന്നും അതിനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈശാനുകഥനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മത്തിന്റെ മാർഗം സാധാരണക്കാരന് മനസ്സിലാക്കി തരാനുള്ള ആചാര്യന്മാരുടെ ഉപദേശങ്ങളാണ്. അപ്പോ ഉപദേശിച്ചതും
ആചരിച്ചതും എന്തൊന്നാണോ അതിനെ നമുക്ക് മുന്നിൽ തുറന്നു വെക്കലാണ് സത്യത്തിൽ വംശാനുകീർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഈശാനുകഥനത്തിൽ നമ്മൾ ധർമ്മത്തെ കുറിച്ചുള്ള പ്രതിപാദനം രണ്ട് ഋഷി പരമ്പരകള് നമുക്ക് മുന്നിൽ കാണാം. വംശാനുകീർത്തനം നടത്തുന്ന സമയത്തൊക്കെ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരിലൂടെ ധർമ്മത്തിന്റെ നാനാ വശങ്ങളെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താൻ രാജർഷിമാരും ബ്രഹ്മർഷിമാരും നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. വിശ്വാമിത്രൻ, വസിഷ്ഠ മുതലായിട്ടുള്ള ബ്രഹ്മർഷിമാരുടെ ഒരു വലിയ പരമ്പര ആചാര്യസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പുറത്ത് ദിലീപൻ, രഘു, ശ്രീരാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള രാജർഷിമാരുടെയും ഒരു പരമ്പര നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോ ബ്രഹ്മർഷിമാരുടെ ചുമതല പലപ്പോഴും ധർമ്മത്തെക്കുറിച്ച് ഉപദേശം നൽകുന്നു, ആ ധർമ്മത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നു. ഇപ്പൊ ബ്രഹ്മർഷിമാര് ധർമ്മത്തിന്റെ വക്താക്കളാണ് എങ്കിൽ വക്താക്കള് ധാരാളമുണ്ടെങ്കിലും ആ വക്താക്കളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്ന ശാസ്ത്രം ആചരിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോ എത്ര ഉന്നതമായ ആദർശങ്ങളാണെങ്കിലും ആ ആദർശങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിച്ചതായിട്ടുള്ള മാതൃകാ പുരുഷന്മാര് നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കണം. അപ്പോ സൂര്യവംശ, സോമവംശ രാജാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു വലിയ പരമ്പരയാണ്. ബ്രഹ്മർഷിമാരാൽ ഉപദേശിക്കപ്പെട്ട ധർമ്മതത്വം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഭാഗ്യം സിദ്ധിച്ച, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സമൂഹത്തിന് മാതൃകയായി ജീവിച്ച രാജഋഷിമാരുടെ ചരിത്രം എല്ലാ പുരാണങ്ങളിലും ഈ രാജഋഷി വര്യന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. ദേവീ ഭാഗവതവും അതിന് വളരെയേറെ അധ്യായങ്ങൾ നീക്കിവെച്ചു. സപ്തമസ്കന്ധം മുഴുവനും ഈ സൂര്യ സോമ വംശ രാജാക്കന്മാരുടെ പ്രകീർത്തനങ്ങളാണ്, അവരുടെ മഹിമയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ഇപ്പൊ ബ്രഹ്മഋഷിമാരാൽ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള രാജഋഷിമാർ ധർമ്മം പരീക്ഷിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങളെ കൊണ്ടാണ്. ഒന്ന്, സത്യത്തെ എങ്ങനെ പരിപാലിച്ചു. ഒന്ന്, അർത്ഥകാമങ്ങളോട് ഈ ലോകത്തിന്റെ സമീപനം എങ്ങനെയായിരുന്നു. ഇപ്പോ രാജഋഷിമാരെ ബ്രഹ്മഋഷിമാര് പരീക്ഷിച്ചതായ വഴികൾ 3 എണ്ണമായിരുന്നു. ഒന്ന് സത്യം, മറ്റൊന്ന് അർത്ഥകാമങ്ങളോടുള്ള അവരുടെ മനോഭാവം. ഇനി കൂടാതൊന്ന് പറയാനുള്ളത്, ധർമ്മത്തിന്റെ പാദങ്ങളായിട്ട് കണക്കാക്കുന്ന തപസ്, ദയ, ഇതിനെയൊക്കെ കുറിച്ച് അവര് എങ്ങനെയാണ് ധരിച്ചത്. അപ്പൊ ധർമ്മത്തിന്റെ ഉപബൃംഹണം അഥവാ വേദോഖിലോ ധർമ്മമൂലം എന്ന് പറയുമ്പോൾ ആ വേദത്തിൽ പ്രതിഷ്ഠിതമായ ധർമ്മത്തെ ആചരിക്കുമ്പോൾ ആ ആചരണമധ്യേ പരീക്ഷണ വിധേയമായിട്ട് വരുന്നു ദയ, തപസ്, ശൗചം, സത്യം മുതലായവ എല്ലാം തന്നെ. അപ്പൊ ധർമ്മത്തിന്റെ ആ 4 പാദങ്ങളും എത്രത്തോളം ഉറപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരാണ്. അപ്പൊ അതിലെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുക, സത്യത്തെ മാറ്റുരച്ചു നോക്കുന്ന സമയത്ത് ഇതിഹാസ പുരാണങ്ങളില് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ട ഒരു വസ്തുവാണ് സത്യം. അപ്പോ ലൗകികമായ സത്യവും പാരമാർത്ഥികമായ സത്യവും പരീക്ഷിക്കപ്പെടുമ്പോൾ
പാരമാർത്ഥികമായ സത്യത്തെക്കുറിച്ച് വേദാന്തത്തിലും ശാസ്ത്രങ്ങളിലുമാണ് പറയുന്നതെങ്കിൽ ലൗകിക രീത്യ അതിനെ ആ സത്യം എങ്ങനെ പരിപാലിക്കാൻ സാധിക്കുന്നു എന്ന് പുരാണങ്ങളിലാണ് പ്രധാനമായും പറയപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാഖ്യാനമാണ് ഈ ഹരിശ്ചന്ദ്രോപാഖ്യാനം. ഈ ഹരിശ്ചന്ദ്രോപാഖ്യാനത്തിന്റെ മഹിമ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്നലെയും ഇനിയാന്നും ഒക്കെ ആയിട്ട് ഈ ഹരിശ്ചന്ദ്രോപാഖ്യാനം ഇവിടെ സവിസ്തരം പറയപ്പെട്ടിട്ടുണ്ട്. വീണ്ടും അതിനെ ഒന്നുകൂടി വിശദീകരിക്കലാണ് 20 മുതൽ 26 വരെയുള്ളതായ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ 6 അധ്യായങ്ങളിലായിട്ട് ഒരു സാധാരണ മനുഷ്യൻ സത്യത്തിന്റെ മുന്നില് എത്രത്തോളം പരീക്ഷണ വിധേയനാകുന്നു എന്ന് കാണിച്ചു തരികയാണ് ഹരിശ്ചന്ദ്രന്റെ ചരിത്രം. അപ്പോ ആ സത്യത്തെ പരിപാലിക്കാനുള്ളതായ ഈ മനുഷ്യ ജീവിതത്തിൽ ആ സത്യം മുറുകെ പിടിക്കുന്നതായിട്ടുള്ള ഒരു ജീവൻ അനുഭവിക്കുന്നതായിട്ടുള്ള നിരവധി തരത്തിലുള്ളതായ മാനസിക സംഘർഷങ്ങളും എല്ലാം ഹരിശ്ചന്ദ്രോപാഖ്യാനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പരീക്ഷണങ്ങളെ എല്ലാം അദ്ദേഹം എങ്ങനെ നേരിട്ടു എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഉള്ളത്. ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള ഒരു കഥാനുസ്മരണത്തെക്കാളേറെ ഹരിശ്ചന്ദ്രോപാഖ്യാനത്തെ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ സത്യം നമ്മുടെ ജീവിതത്തില് എത്രത്തോളം പരീക്ഷണ വിധേയമാകുന്നു, ആ സത്യത്തിന്റെ പരിപാലനത്തിനായിട്ട് വ്യാവഹാരികമായ നമ്മളുടെ കർത്തവ്യങ്ങള് എന്തെല്ലാമാണ്, അതിനിടയിൽ ഏതെല്ലാം വിധത്തിലുള്ളതായ അപമാനങ്ങളും മറ്റും നമുക്ക് സഹിക്കേണ്ടതായി വരും. രാജഋഷിവര്യനായ ഹരിശ്ചന്ദ്രൻ നമുക്കതെല്ലാം എടുത്ത് കാണിച്ചു തരുന്നു. ആ ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കുന്ന ബ്രഹ്മഋഷിയായ വിശ്വാമിത്രനും എത്രത്തോളം സത്യനിഷ്ഠനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ സത്യത്തെക്കുറിച്ചുള്ളതായ ഒരു പ്രകരണമെന്ന് വേണമെങ്കിൽ ഈ ഹരിശ്ചന്ദ്രോപാഖ്യാനത്തെ മുഴുവനും ആയിട്ട് നമ്മൾ മനനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ആ സത്യത്തിന്റെ പരീക്ഷണശാലയിൽ ഭാര്യാവിക്രമം, ആത്മവിക്രമം എന്ന് പറയുന്ന 2 അധ്യായങ്ങൾ അവിടെ പറയേണ്ടി വരുന്നു. അതായത് ധർമ്മം അനുഷ്ഠിക്കാനായി സഹധർമ്മം ചരത എന്ന് പറഞ്ഞ് കൈപിടിച്ചേൽപ്പിച്ചതായ ആ സ്വപത്നിയെ പോലും കച്ചവട രൂപേണ, വിനിമയ രൂപേണ ചെയ്യേണ്ടതായ ഒരവസ്ഥ വരുന്നു. ഒരു ജീവിതത്തിൽ ധർമ്മത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അത് എത്രത്തോളം വലുതാണ് എന്ന് കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ എത്രയെല്ലാം ഉപേക്ഷിച്ചാലും തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഒരു രംഗം കൂടി ഹരിശ്ചന്ദ്രൻ കാണിച്ചു തരുന്നു. ആത്മവിക്രമം, തന്നെ പോലും ഒരു കച്ചവടം ചെയ്യാൻ, സത്യം പരിപാലിക്കുന്നതിനായിട്ട് മറ്റെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ ജീവനെ തന്നെ ഉപേക്ഷിക്കാൻ, വേറൊരാൾക്ക് ദാസ്യ വൃത്തി അനുഷ്ഠിക്കാൻ ത്രൈലോക്യത്തിന്റെ മുഴുവനും അധിപനായിരുന്ന ഹരിശ്ചന്ദ്രൻ തന്നെ ഒരു കച്ചവട ചരക്കാക്കാൻ, സത്യം പരിപാലിക്കുന്നതിനായിട്ട് അതിനു പോലും മടിക്കാതെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ളതായ രംഗങ്ങളൊക്കെ അതീവ ഹൃദയഭേദകമായിട്ടാണ് ഈ ദേവി ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും ദേവി ഭാഗവതത്തിന്റെ ഭാഷ കുറെ കൂടി വ്യാവഹാരികമായ തലത്തിലാണ് കാണാൻ സാധിക്കുക. വളച്ചുകെട്ടുകളൊന്നുമില്ലാതെ സാധാരണക്കാരനും മനസ്സിലാകാവുന്ന ഭാഷയിലാണ് അതിലെ സംഭാഷണങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക.
അതിൽ വിശ്വാമിത്രനും ഹരിശ്ചന്ദ്രനും തമ്മിലുള്ള സംഭാഷണമായാലും ചണ്ടാളനും ഹരിശ്ചന്ദ്രനും തമ്മിലുള്ള സംഭാഷണമായാലും ഒക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോ അങ്ങനെയുള്ളതായ ആ പരീക്ഷണ നിരീക്ഷണങ്ങള്, ആദി ദൈവികമായ പരീക്ഷണ നിരീക്ഷണങ്ങള് നേരിടേണ്ടതായി വരുന്നു. അതുപോലെ തന്നെ ആധ്യാത്മികമായ പരീക്ഷണ നിരീക്ഷണങ്ങള് ഈ ധർമ്മത്തിൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് എത്രത്തോളം നേരിടേണ്ടതായി വരുന്നു. അപ്പോ ധാർമ്മികമായ ആ സത്യത്തിന്റെ പരിപാവനമായ വിജയത്തിന് വേണ്ടി മാനസികമായ പരീക്ഷണങ്ങളുടെ ഒരു വലിയ കടമ്പ എങ്ങനെ ഹരിശ്ചന്ദ്രൻ നിർവഹിച്ചു, അല്ലെങ്കിൽ ഹരിശ്ചന്ദ്രൻ അതിനെ എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് ഇവിടെ കാണിക്കുന്നു. അടുത്തതായി 27-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ പരീക്ഷണങ്ങളെ വിജയിക്കാൻ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന രംഗം നമുക്ക് കാണിച്ചു തരാം. സ്വന്തം പുത്രന് പോലും പട്ടട കൂട്ടി ജീവിതം ഹോമിക്കാൻ തയ്യാറാകുന്ന ഒരു ഹരിശ്ചന്ദ്രനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ആ സമയത്താണ് ബ്രഹ്മാവ് അവിടെ ആവിർഭവിക്കുന്നു. ബ്രഹ്മാവ് അവിടെ ആ നൃപോത്തമനെ വിളിക്കുകയാണ്. പുണ്യവാരിധേ എന്നാണ് സംബോധന. അതായത് ബ്രഹ്മാവിന്റെ പോലും മുന്നിൽ പുണ്യവാരിധേ എന്ന് വിളി കേൾക്കാൻ പാകത്തിൽ ഒരു വ്യക്തിയായിട്ട് ഈ പരീക്ഷണം ഹരിശ്ചന്ദ്രനെ മാറ്റി കഴിഞ്ഞു. ഇനി അപ്പോ പുരാണങ്ങളുടെ ഒരു പ്രത്യേകത എന്താ? ബ്രഹ്മസംഹിതം ആയിരിക്കണം. അപ്പൊ പുരാണങ്ങളിൽ പ്രതിപാദിച്ച ഓരോ കഥകളും ആ കഥകൾക്ക് അതിന് പിന്നിലുള്ളതായ ചില ആശയങ്ങളും തത്വങ്ങളും നമ്മുടെ മുന്നിൽ പറയുന്നതിലൂടെ ആ കഥകള് ബ്രഹ്മസംഹിതമായിട്ടുള്ളതും ആയിരിക്കണം എന്നാണ്. അപ്പൊ ആ ബ്രഹ്മാവിന്റെ ഈ ഒരു ആശീർവചനങ്ങൾ അദ്ദേഹത്തെ എന്തൊന്നില്ലാത്തതായ ഒരു ആനന്ദത്തിലേക്ക് നയിക്കും. അപ്പൊ ഈ സത്യത്തിന്റെ പരീക്ഷണത്തിൽ വിജയശ്രീലളിതനായി നിൽക്കുന്ന ആ ഹരിശ്ചന്ദ്രന്റെ രൂപം നമ്മളൊന്ന് പ്രത്യേകിച്ച് കാണേണ്ടതാണ്. കാരണം ഈ അഷ്ടദിക്പാലന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും എല്ലാം ആ സത്യാന്വേഷണത്തിൽ വിജയിച്ചതായ സമയത്ത് അതിൻ്റെ മുന്നിൽ വിനീതമായ ഭാവത്തോടു കൂടിയിട്ടാണ് ഹരിശ്ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മൻ അടുത്തതായി പറയാണ്, അങ്ങ് സാഹസമൊന്നും പ്രവർത്തിക്കരുതേ. അങ്ങയുടെ ഗുണം കൊണ്ട് അങ്ങ് അകം തെളിഞ്ഞവനാണല്ലോ. അങ്ങ് സത്യവാൻ എന്ന് മാത്രമല്ല ജിതേന്ദ്രിയനും അതോടൊപ്പം സജ്ജനങ്ങൾക്കിടയിൽ ഉത്തമനുമായിട്ടുള്ള അവിടുന്ന് സർവസുഖങ്ങളോടും കൂടി ഭൂമിയിൽ വാഴട്ടെ എന്ന് ആശീർവദിക്കുന്നു. അപ്പോഴേക്കും ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ വിജയിച്ചതായ ആ ഹരിശ്ചന്ദ്രനെ ഇന്ദ്രനും ഇതാ വന്ന് ഗംഭീരമായി സ്തുതിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഇന്ദ്രനും ഹരിശ്ചന്ദ്രന്റെ മഹിമ അതിഗംഭീരമായിട്ട് പാടുന്നു. ആ സമയത്താണ് ഈ ചണ്ടാള രൂപത്തിൽ വന്നത് ധർമ്മൻ തന്നെയാണ് എന്ന് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുകയാണ്. ആ വെളിപ്പെടുത്തിയ ശേഷം ഇന്ദ്രൻ വന്ന് അദ്ദേഹത്തോട് പറയുന്നു, ഈ ലോകത്തെ ഏവരും ആഗ്രഹിക്കുന്നത് സ്വർഗലോകമാണല്ലോ. ആ സ്വർഗലോകത്തേക്ക് എത്തിച്ചേരാനുള്ളതായ പുണ്യ കർമ്മങ്ങളാൽ അങ്ങ് ഇന്നിതാ നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ഹരിശ്ചന്ദ്രന്റെ അടുത്ത ഒരു ഭാവം. അതായത് സൂര്യവംശ രാജാക്കന്മാരെ കുറിച്ച് പറയാറുള്ളത് കാളിദാസൻ ആനാഗരഥവർമ്മനാം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ വഴിവെട്ടുന്ന പോലെ അവർ
ഭൂലോകത്ത് നിന്ന് സ്വർഗലോകത്തേക്ക് വഴിവെട്ടി എന്ന് പറയുമ്പോൾ കേവലം ഒരു സ്വർഗലോകത്തേക്കുള്ളതായ യാഗാദി കർമ്മങ്ങളോ മറ്റോ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയല്ല. ആ സ്വർഗലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ളതായ കർമ്മത്തിന്റെ കാര്യത്തിൽ അവർ എത്രത്തോളം ശ്രേഷ്ഠരായിരുന്നു. അപ്പൊ സൂര്യവംശ രാജാക്കന്മാരുടെ ചരിത്രം മുഴുവനും ആ കർമ്മത്തിലൂടെ അവര് നേടിയെടുത്ത സ്വർഗലോക പ്രാപ്തിയെ കുറിച്ച്, ആ സ്വർഗലോകത്തേക്ക് പ്രാപിക്കാനുള്ളതായ യോഗ്യത ഇതാ അവിടത്തേക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഹരിശ്ചന്ദ്രന്റെ ചില വാക്കുകൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഒരു രാജാവ് എന്ന നിലയ്ക്ക് ആ രാജപദവിയിൽ ഇരുന്നു കൊണ്ട് ഈ പരീക്ഷണങ്ങളും ഇതെല്ലാം കടന്ന് ആ അനുഗ്രഹത്തിൻ്റെതായ പുണ്യ നിമിഷം വരുമ്പോൾ ഹരിശ്ചന്ദ്രൻ പറയുന്നു, ഞാനിതാ ഉടനെ സ്വർഗത്തിലേക്ക് വരാൻ സാധ്യമല്ല, എനിക്കതിന് സാധ്യമല്ല. കാരണം ഒരു രാജാവിന്റെ പരമമായ ധർമ്മം പ്രജാപാലനം, പ്രജാഹിതം വേണ്ട പോലെ കൊണ്ടു നടക്കുക എന്നതാണ്. ഇപ്പൊ രാജാവിന് തന്റെ ആത്മാവിനേക്കാളേറെ വലുത് പ്രജകളാണ് എന്ന് ഹരിശ്ചന്ദ്രൻ ഈ ഉപാഖ്യാന മധ്യേ നമ്മളുടെ മുന്നിൽ വെക്കുന്നു. ഹരിശ്ചന്ദ്രനോടുള്ള പ്രജകളുടെ വാത്സല്യം, പ്രജകളുടെ സ്നേഹഭാവം എത്ര വലുതാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഹരിശ്ചന്ദ്രൻ അവിടെ പറയാണ്, ഇന്നിതാ ആ പ്രജകളെല്ലാം എന്നെ ഓർത്ത് അങ്ങേയറ്റം വ്യസനിച്ചുകൊണ്ട് അയോധ്യ നഗരിയില് വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ദുര്യോഗങ്ങളിൽ വെന്തുരുകുന്നതായ ആ സന്തപ്തരായ പ്രജകളെ പിരിഞ്ഞുകൊണ്ട് എങ്ങനെ എനിക്ക് സ്വർഗലോകത്തേക്ക് വരാൻ സാധിക്കും? അതായത് ഈ ലോകത്ത് നേടാവുന്നതിന്റെ ഏറ്റവും ഉന്നതമായ ആ സ്ഥാനം തനിക്ക് മുന്നിൽ കരതലാമലകം പോലെ വരുന്ന ആ സമയത്തും അതിലുള്ള ഒരു ചാഞ്ചല്യവും കൂടാതെ തനിക്ക് വലിയൊരു കർത്തവ്യമുണ്ടെന്നും ആ കർത്തവ്യം തൻ്റെ പ്രജാ പാലനമാണെന്നും ആ പ്രജകളുടെ ഒരാളുടെയെങ്കിലും കണ്ണീരണിഞ്ഞുകൊണ്ട് എനിക്കൊരു സ്വർഗ സുഖം വേണ്ടെന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഹരിശ്ചന്ദ്രനെ രാജാവിൽ നിന്ന് രാജഋഷിയാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. ആധുനിക കാലത്ത് ഭരണാധികാരികളും മറ്റുമൊക്കെ സ്വസുഖത്തില് മതിമറക്കുന്ന ഒരു സമ്പ്രദായം കാണുമ്പോൾ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഈ ഹരിശ്ചന്ദ്രനെ പോലുള്ളവരെ നമുക്ക് മുന്നിൽ വെച്ചു തരുന്നു. അതായത് തന്റെ സുഖം തനിക്ക് ഇന്ദ്രാദി ദേവന്മാരേകുന്ന അതിദുർലഭമായ സുഖങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. അത് അനുഭവിക്കണമെങ്കിൽ പ്രജകളെല്ലാം അത് അനുഭവിക്കുമ്പോൾ മാത്രം. എന്നിട്ട് അവിടെ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രജകളെ തന്നെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്ന ഭക്ത്യാദരപൂർവം തന്നെ സേവിക്കുന്ന ആ പ്രജകള് ഉള്ളപ്പോൾ ആ പ്രജകളെ മറന്നുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹവും വാങ്ങി ഞാൻ സ്വർഗലോകത്തേക്ക് പോകുന്നത് ശരിയല്ല. കാരണം ഒരു വ്യക്തി ബ്രഹ്മഹത്യാപാപം, മദ്യപാനം, ആത്മഹത്യ ഇതെല്ലാം ചെയ്യുമ്പോൾ ആ ഘോരമായ പാപങ്ങള് അതിനേക്കാളും ഒട്ടും കുറവല്ല ആശ്രിതന്മാരെ ഉപേക്ഷിക്കുന്നത്. ഇപ്പൊ പ്രജകളെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഈ മഹാപാതകങ്ങൾക്ക് തുല്യമാണ് എന്ന് കൂടി അവിടെ അദ്ദേഹം എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പദം അനുഭവിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് അവിടെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇന്ദ്രൻ വീണ്ടും അദ്ദേഹത്തോട് പറയുന്നു, അങ്ങയെപ്പോലെ അവര് പുണ്യശാലികളായിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് എങ്ങനെ ആ വഴി ഉണ്ടാകും? അപ്പോ ഒരു വ്യക്തി
പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് മാത്രമായില്ല, ആ പുണ്യകർമ്മങ്ങളിൽ എത്രത്തോളം അഹംബോധം നശിച്ച് അതിനെ ചെയ്യാൻ സാധിക്കണം എന്നുകൂടി ഹരിശ്ചന്ദ്രൻ പറയാണ്. അതായത് തനിക്ക് ഈ പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്യാൻ സാധിച്ചു, അത് തൻ്റെ വംശത്തിന്റെ മഹിമയായിട്ടോ തൻ്റെ മഹിമയായിട്ടോ പറയുന്നതിന് പകരം രാജാക്കന്മാർക്കെല്ലാം മാതൃകാപരമായ അദ്ദേഹം അവിടെ എടുത്തു പറയുന്നു, ഒരു രാജാവ് പുണ്യശാലിയായി തീരാൻ രാജാവിന്റെ ഈശ്വരാധീനത്തെക്കാളും മറ്റുമൊക്കെ ആ രാജാവിന് അതിന് അർഹതയുണ്ടാക്കി തീർക്കുന്നത് രാജാവിന്റെ പ്രജകളുടെ വൈഭവമാണ് എന്ന് പറയുന്നത്. സമൃദ്ധമായ, അതായത് എന്താ സമൃദ്ധി ചോദിച്ചാൽ മനസ്സുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള, ആത്മഹർഷത്താൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പ്രജകളുടെ പ്രഭാവാതിശയമാണ് ഒരു രാജാവിനെ രാജഭരണം വേണ്ടവണ്ണം നിർവഹിക്കാൻ സാധിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാവമാണ് യഥാ രാജ തഥാ പ്രജ എന്നുള്ളത് മാറ്റി പലപ്പോഴും യഥാ പ്രജ തഥാ രാജ എന്നായിട്ട് മാറുന്നു. അപ്പൊ നമ്മൾ സ്മരിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ആധുനിക ജീവിതക്രമത്തിൽ നമ്മൾ ഈ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സമയത്ത് ഹരിശ്ചന്ദ്രന്റെ ഈ വാക്കുകൾക്ക് വളരെ വളരെ പ്രസക്തിയുണ്ട്. കാരണം പ്രജാരാശിയുടെ പ്രഭാവാതിശയമാണ് രാജാവിന് രാജഭരണം വേണ്ടവണ്ണം നിർവഹിക്കാൻ സാധിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിൽ പരം വലിയ ഒരു ജനാധിപത്യ സംസ്കാരം നമുക്ക് എവിടുന്നാ കിട്ടുക? കാരണം ഒരു രാജാവ് രാജാവിൻ്റെതായ മഹിമയുള്ളവനായി മാറുന്നത് ആ പ്രജകളുടെ മനസ്സ് അനുസരിച്ചുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്നു പറയാണ്, എന്റെ സാമർഥ്യമല്ല ഇതൊന്നും എനിക്ക് ഈ ത്രൈലോക്യാധിപത്യവും എനിക്ക് നേടിത്തന്നത്, അതെല്ലാം ആ പ്രജകളുടെ സാമർഥ്യമാണ്, എൻ്റെ ജനങ്ങളുടെ സാമർഥ്യമാണ്. രാജാവിനായിട്ടൊരു സാമർഥ്യമില്ല എന്നാണ്. രാജാവ് എന്ന് പറയുന്നത് സമർത്ഥരായ ജനങ്ങളുടെ മുഴുവൻ ഒരു പ്രതിരൂപം മാത്രമാണ് എന്ന് പറയുന്നത്. ആ പ്രജകളുടെ പ്രതിരൂപമായിക്കൊണ്ട് അപ്പൊ ഒരു രാജാവിന്റെ പ്രവൃത്തിയിൽ നിന്നും സത്യത്തിൽ അവിടുത്തെ പ്രജകളുടെ നിലവാരം എന്താണ് എന്ന് നമുക്ക് അളക്കാൻ സാധിക്കുന്നു. എന്നിട്ട് അവിടെ എടുത്ത് പറയാണ്, നികുതി നൽകുന്നത് പോലും പ്രജകള് എങ്ങനെയാണ് നൽകുന്നത്? സ്വർഗത്തെ കൊതിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോ നമ്മളുടെ രാജഭരണക്രമത്തിൽ ഓരോരുത്തരും ആ രാജാവിന് നൽകേണ്ടതായ കരം നൽകുന്നതിനെ കുറിച്ചുള്ള മനോഭാവം പോലും താൻ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതചര്യ സ്വീകരിക്കുകയും ആ ധർമ്മത്തിന് അധിഷ്ഠിതമായ ഈ ജീവിതചര്യ തനിക്ക് വേണ്ട പോലെ നിർവഹിക്കാൻ വേണ്ടതായ ആ സാഹചര്യങ്ങളെല്ലാം ഒരുക്കിത്തരുന്ന രാജാവിനോടുള്ള, അല്ലെങ്കിൽ ആ രാജാവിൻ്റെ നേർക്ക് കാണിക്കുന്ന ഭക്തി ആദരങ്ങളുടെ ഒരു പ്രതിരൂപമായിട്ടാണ് കരം നൽകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ നികുതിപ്പണം ഒടുക്കുന്നത് ഒരിക്കലും ഒരു ഭാരമായി കരുതാത്തതായ പ്രജകൾ. ഈ വംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ദിലീപനെ കുറിച്ച് വർണ്ണിക്കുന്ന സ്ഥലത്ത് കാളിദാസൻ പറയുന്നുണ്ട് എങ്ങനെയാണ് നികുതി പിരിക്കേണ്ടതെന്നും ആ നികുതി പിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ നികുതി പിരിച്ചെടുത്തത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് സൂര്യൻ എങ്ങനെയാണോ സമുദ്രത്തിൽ നിന്ന് ജലാംശം പതുക്കെ പതുക്കെ സ്വീകരിക്കുന്നത്, അതുപോലെ വേണം പ്രജകളിൽ നിന്ന് കരം പിരിക്കാൻ. അപ്പോ സൂര്യൻ ജലാംശത്തെ പതുക്കെയാണ്, നമ്മൾ അറിയുന്നില്ല, അങ്ങനെയാണ് അത് പിരിച്ചെടുക്കുന്നത്, വലിച്ചെടുക്കുന്നത്. അതുപോലെ പ്രജകൾക്ക് ദോഷം വരാത്ത തരത്തിൽ, അവർക്ക് വേദനിക്കാത്ത തരത്തിൽ കരം പിരിക്കണം. എന്നാൽ കരം പിരിക്കുമ്പോൾ പ്രജകളെ വേദനിപ്പിക്കുന്നില്ല. എന്നാൽ ആ കരം പിരിച്ചെടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന അനുഗ്രഹം കോരിച്ചൊരിയുന്ന മഴ പോലെ കൊടുക്കും. അപ്പൊ പ്രജകളിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോൾ അവരെ വേദനിപ്പിക്കാതെ, എന്നാൽ
തിരിച്ച് ആ പ്രജകൾക്ക് സേവനം ചെയ്യുന്ന സമയത്ത് വളരെ വളരെ ഒരു തരത്തിലുള്ളതായ തടസ്സങ്ങളുമില്ലാതെ നിർലോഭമായിട്ടുള്ള സേവനം. ഇതാണ് പ്രജകളുടെ പൗരബോധത്തെ, ഹരിശ്ചന്ദ്രന്റെ കാലത്തെ അല്ലെങ്കിൽ ആ സൂര്യവംശ രാജാക്കന്മാരുടെ കാലത്തെ ഒരു കരം കൊടുക്കുന്ന മനുഷ്യന്റെ അവസ്ഥ പോലും എന്തായിരുന്നു ഇന്ന് നമ്മളുടെ ലോകത്ത് ആലോചിച്ചു നോക്കണം. ഒരു നികുതി പിരിക്കേണ്ടതായ മാർച്ച് മാസം വരുമ്പോഴേക്കും ഏതെല്ലാം വിധത്തിൽ നികുതി വെട്ടിപ്പ് നടത്താം എന്ന് ആലോചിക്കുന്ന പ്രജകളിൽ നിന്ന് അന്നത്തെ കാലത്തെ പ്രജകളുടെ മനോഭാവത്തിലെ വ്യത്യാസം. അപ്പോ ഇത് എന്തുകൊണ്ട് വന്നു ചോദിച്ചാൽ, ഹരിശ്ചന്ദ്രോപാഖ്യാനം സത്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പോ കേവലം ഒരു ഹരിശ്ചന്ദ്രനല്ല സത്യവാനായിട്ടുള്ളൂ. ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സത്യനിഷ്ഠൻ ഈ ഭൂലോകത്തെ മുഴുവനും സത്യപൂരിതമാക്കി തീർക്കാൻ അദ്ദേഹത്തെ സാധിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, തൻ്റെ ഈ ജന്മത്തിലുള്ള എല്ലാം തൻ്റെ കർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ കർമ്മങ്ങളുടെ ആർജിച്ച എല്ലാ പുണ്യങ്ങൾക്കും അത് എനിക്കുള്ളതല്ല, അതിൻ്റെ ഒരു പങ്ക് ജനങ്ങൾക്കുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തിക്ക് സമ്പത്തിന് എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറയാം. പക്ഷെ അതും കടന്ന് ആ കർമ്മങ്ങളെ അനുഷ്ഠിച്ചപ്പോൾ ആ കർമ്മങ്ങളുടെ പുണ്യങ്ങൾക്ക് മുഴുവനും അവകാശികള് ഈ പ്രജകളാണ് എന്ന് പറയുന്നു, ജനങ്ങളാണ് എന്ന് പറയുന്നു. അത് ഹരിശ്ചന്ദ്രൻ എത്ര തുറന്ന മനസ്സോടെയാണ് നമ്മുടെ മുന്നിൽ അത് വെക്കുന്നത്. പ്രജാഹിതം എത്ര വലുതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. പ്രജകളുടെ പങ്കാണ്. അതായത് രാജാവിന് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചത് പ്രജകളുടെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, എനിക്ക് സ്വർഗീയ ഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ സ്വർഗീയ ഭോഗങ്ങളെല്ലാം അനുഭവിക്കാൻ എൻ്റെ പ്രജകൾക്കും സാധിക്കട്ടെ. അങ്ങനെയുള്ളതായ ഒരു പുണ്യ നിമിഷം എന്ന് വന്നു ചേരുന്നോ അന്ന് മാത്രമേ എനിക്ക് ഇതില് സ്വർഗ സുഖം പോലും ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം വ്യാസൻ അതിനെ ഉപസംഹരിച്ച ഹരിശ്ചന്ദ്രന്റെ ഈ വാക്കുകളെ ഉപസംഹരിച്ചു കൊണ്ട് പറയാണ്, ഇങ്ങനെ ഈ ദേവന്മാര് ഇത് സമ്മതിച്ചു കൊടുക്കാൻ ഹരിശ്ചന്ദ്രനോടും പ്രജകളോടുമുള്ള വാത്സല്യം കൊണ്ട് ധർമ്മശാലിയായിട്ടുള്ള ആ ഹരിശ്ചന്ദ്രനോട് ഒരുമിച്ച് സ്വർഗലോകം മുഴുവനും അയോധ്യാനഗരിയിലേക്ക് എത്തുന്നു എന്ന്. അപ്പൊ ആനാഗരഥവർത്തമനാം എന്ന് പറയുമ്പോ കേവലം ഒരു സ്വർഗലോകത്തെ കണ്ട് അവിടെയുള്ളതായ ഭോഗസുഖങ്ങൾ അനുഭവിക്കുന്ന ഒരു സെമിറ്റിക് മതങ്ങളുടെ സങ്കല്പമായിരുന്നില്ല ഭാരതത്തിന്റെ ആനാഗരഥവർത്തമന എന്ന ആ പ്രയോഗം കൊണ്ട്. കാരണം ആ സ്വർഗലോകത്തുള്ള ഇന്ദ്രാദി ദേവഗണങ്ങൾ പോലും മനുഷ്യരാശി സ്വർഗലോകത്തേക്ക് പോകുന്ന പോലെ തന്നെ ധർമ്മനിഷ്ഠമായിട്ടുള്ള രാജാക്കന്മാരും പ്രജകളും ഉള്ളതായ ഭൂലോകമാകുന്ന ഈ മധ്യമ ലോകത്തേക്ക് വരാൻ ദേവന്മാരും ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അല്ലാതെ അങ്ങോട്ടുള്ളൊരു വഴി മാത്രമായിട്ടല്ല, സ്വർഗവാസികൾക്ക് പോലും മാതൃകാപരമായിട്ടുള്ള ജീവിതം കാണിച്ചു കൊടുക്കാൻ പാകത്തിലുള്ള ഒരു ഭൂലോകമായിരുന്നു എന്നുള്ളതിന്റെ ഒരു വലിയ ചിത്രമാണ് നാഗത്തിൽ നിന്ന്, സ്വർഗലോകത്തിൽ നിന്ന് ഈ ദേവന്മാരെല്ലാം ഇതാ ഇവിടെ വന്നതായിട്ട് പറയുന്ന ആ വർണ്ണനയിലൂടെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വെച്ച് ഈ അയോധ്യാവാസികളെ ഹരിശ്ചന്ദ്രനോടൊപ്പം ഇന്ദ്രനാണ് അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളെല്ലാം കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഈ ഒരു മഹാത്മാവ് നിങ്ങളുടെ രാജാവായി വന്നത് കാരണം നിങ്ങൾ എന്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ? പൗരധർമ്മം അനുഷ്ഠിച്ചു. നിങ്ങൾക്ക് ആ പൗരധർമ്മം യഥാവിധി അനുഷ്ഠിക്കാൻ വേണ്ടതായ സാഹചര്യം ഈ ഹരിശ്ചന്ദ്രൻ ഒരുക്കി തന്നു. അത് നിങ്ങൾ വേണ്ട പോലെ ചെയ്തതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ
നിങ്ങളുടെ രാജാവ് ഈ ഹരിശ്ചന്ദ്രനായ എന്ന ഒരേ ഒരു കാരണം കൊണ്ട് നിങ്ങൾക്കും ഇന്ന് സ്വർഗലോകം പ്രാപ്യമായി കഴിഞ്ഞിരിക്കുന്നു, പ്രാപ്തമായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ കേവലം ഒരു വ്യക്തി ചെയ്യുന്നതായിട്ടുള്ള പുണ്യകർമ്മം ആ വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, അത് ഈ ഭൂലോകത്തുള്ള സമസ്ത ചരാചരങ്ങൾക്കും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് പറയാൻ. എന്നിട്ട് ഇന്ദ്രൻ മാറി നിൽക്കുകയാണ് ഇനി അവിടെ. കാരണം അവർക്ക് ഇന്ദ്രനേക്കാൾ ഏറെ ബഹുമാന ആദരവ് അവരുടെ രാജാവായ ഹരിശ്ചന്ദ്രനോടാണ്. അങ്ങനെ ഹരിശ്ചന്ദ്രനും പ്രജകളെ ഉദ്ബോധനം ചെയ്യുന്നു, നിങ്ങളിതാ സ്വർഗലോകത്തേക്ക് പോവാൻ തയ്യാറാകൂ. ഇങ്ങനെ ആ ഹരിശ്ചന്ദ്രൻ പറയുന്നതായ ആ സന്ദർഭത്തിൽ അവരേവരും കൂടി ഈ ഒരു യാത്ര നടത്തുന്നു. അപ്പോ സത്യം എന്നുള്ള ഒരേ ഒരു കാര്യം, അതിനെ മുറുകെ പിടിച്ചുകൊണ്ടൊരു ജീവൻ ഭൂലോകത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ വലിയ ഒരു ഫലം ഈ ലോകം മുഴുവനും അനുഭവിച്ചതായിട്ട് പറഞ്ഞ് അവിടെ വെച്ചാണ് ഈ ഹരിശ്ചന്ദ്രൻ സത്യനിഷ്ഠനായി ഉള്ള ആ പരീക്ഷണ മധ്യ അദ്ദേഹം അനുഭവിച്ചതായ ആ ത്യാഗത്തിൻ്റെയും മറ്റും മഹിമ പ്രത്യേകം എടുത്ത് പറയാണ്. തിദിക്ഷ അഥവാ സഹനശക്തി. ഒരിക്കലും സത്യം പാലിക്കുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല. ആ സത്യം പരിപാലിക്കപ്പെടണമെങ്കിൽ അതിന് അലൗകികമായിട്ടുള്ള ഒരു ശക്തി വിശേഷം നമ്മുടെ ഉള്ളിലുണ്ടാവണം. സഹനത്തിന്റെ ഒരു വലിയ ശക്തി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ ശക്തിക്ക് എത്രത്തോളം മഹിമയുണ്ട്, ദാനാദികള് എത്രത്തോളം ചെയ്യുന്നു, അതിൻ്റെ മഹിമ എത്ര വലുതാണ്. ഇതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഹരിശ്ചന്ദ്രൻ ഈ സ്വർഗസുഖം അഥവാ സാരോഗ്യം ഇന്ദ്ര ലോകത്ത് അനുഭവിച്ചത് എന്ന് പറയുമ്പോഴാണ് ആ ഹരിശ്ചന്ദ്രോപാഖ്യാനം ഉപസംഹരിക്കുന്നത്. അപ്പൊ ഈ ഹരിശ്ചന്ദ്രോപാഖ്യാനം ഇത്രയും ഗംഭീരമായി വർണ്ണിച്ച ആ സന്ദർഭത്തിലാണ് വീണ്ടും ജനമേജയൻ അവിടെ പറയാണ്, ഈ ശതാക്ഷി എന്ന് പറയുന്ന ആ ദേവി ആരാണ് എന്നൊരു ചോദ്യം വരികയാണ്. അപ്പോ സ്ഥാപനമായ ആ ശതാക്ഷി ദേവിയുടെ മഹിമ ഞങ്ങളെ കേൾപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോ ആ ദേവി മഹിമയെ കുറിച്ചാണ് പിന്നീട് പറയേണ്ടായത്. ഞാൻ ശതാക്ഷി ദേവിയുടെ മഹിമ കേൾപ്പിക്കാം എന്ന് പറഞ്ഞ് രുരു എന്ന് പറയുന്ന അസുരന്റെ പുത്രനായിട്ട് ദുർഗമൻ എന്ന പേരിൽ ഒരു ദാനവൻ ഉണ്ടായിരുന്നു എന്നാണ്. ഈ ലോകത്ത് ദേവന്മാർക്കും ബ്രാഹ്മണർക്കും സജ്ജനങ്ങൾക്കും ആശ്രയം വേദമാണ്. അപ്പോ ആ വേദത്തിന് ഏതെങ്കിലും വിധത്തിൽ അപജയം വന്നു കഴിഞ്ഞാൽ അവിടെ ദേവന്മാരും സജ്ജനങ്ങളും വശം കെട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അസുരന്മാരിൽ എല്ലാവരും അവര് ദേവന്മാരെ വധിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് വേദത്തെ ഇല്ലായ്മ ചെയ്യലാണ് അവരുടെ ഒരു ഏർപ്പാട്. അല്ലെങ്കിൽ വേദത്തിന്റെ ശുദ്ധമായ ആ ഭാഷ അതിനെ പോലും നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള പ്രവൃത്തികളിൽ അത് ഏർപ്പെടുന്നു. അപ്പൊ ഏതൊരു സ്ഥലത്താണെങ്കിലും അവിടെ പ്രമാണമൂലമായിട്ടുള്ള വേദങ്ങൾക്ക് കോട്ടം തട്ടുന്നുണ്ടോ, മറ്റേതെല്ലാം വിധത്തിലുള്ള ഔന്നത്യമുണ്ടെങ്കിലും ആ നാട് തീർച്ചയായിട്ടും നശിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഒന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ മറ്റൊന്നിനും ഇല്ലാത്തതായിട്ടുള്ള ഒരു സമ്പ്രദായം വേദത്തിനും ഋഷിപ്രോക്തമായിട്ട് നിശ്ചയിച്ചത്. വേദവ്യാസൻ എന്ന് പറയുന്ന വ്യാസന്റെ മഹിമയും അതാണ്. അതായത് മറ്റേതെല്ലാം
കാര്യങ്ങൾക്ക് ചെറിയ ചില കോട്ടങ്ങൾ തട്ടിയാലും വേദത്തിന് കോട്ടം തട്ടിയാൽ അതെല്ലാറ്റിനെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ വേദവ്യാസൻ 4 വേദങ്ങളായതിനെ പകുത്തു. ആ 4 വേദങ്ങളായി പകുത്ത സമയത്തും അതോടൊപ്പം തന്നെ ആ വേദത്തില് ഒരു പ്രക്ഷിപ്തം വരാൻ പോലും സാധ്യതയില്ലാതെയാണ് അദ്ദേഹം വേദത്തെ ഇങ്ങനെ 4ആയിട്ട് പകുത്തത്. അതായത് ഇന്നുണ്ടായിട്ടുള്ള സംസ്കൃത സാഹിത്യത്തിലെ എല്ലാ കൃതികളിലും പ്രക്ഷിപ്തം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ വേദത്തിൽ മാത്രം അങ്ങനെ ഒരു കലർപ്പിനുള്ള അവസരം പോലും ഇല്ലാതെ, എന്ന് മാത്രല്ല ആ വേദത്തിന്റെ പാരായണത്തിലും പഠനത്തിലും എല്ലാം നിയതമായിട്ടുള്ള ഒരു ചട്ടക്കൂടും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് ഇന്നും ഒരു കോട്ടവും തട്ടാതെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു. ഇതെല്ലാം ആയിരുന്നു വേദവ്യാസന്റെ ജന്മോദ്ദേശം തന്നെ. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വേദം എത്രത്തോളം വലുതാണ്. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദാർത്ഥത്തെ ഉപബൃംഹണം ചെയ്യുന്നതോടൊപ്പം ആ വേദത്തെ സംരക്ഷിക്കേണ്ടതായ പ്രാധാന്യത്തെ കുറിച്ചുകൂടി ഇവിടെ പ്രതിപാദിക്കാണ്. അങ്ങനെ ആ വേദനാശകനാവാൻ, വേദത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർഗമൻ അതിഘോരമായ തപസ്സനുഷ്ഠിച്ചു. അത് നമുക്ക് മനസ്സിലാക്കാനുള്ളതാണ്. ഈ വേദത്തെ സാധനയായി കൊണ്ട് നടക്കാൻ തപസ്സനുഷ്ഠിക്കലാണ് സാധാരണ നമ്മൾ കേൾക്കാറ്. പക്ഷെ ഇവിടെ നേരെ മറിച്ച് ഈ ദുർഗമൻ ആ വേദത്തെ നശിപ്പിക്കാനും തപസ്സനുഷ്ഠിച്ചു. അപ്പൊ തപസ് എന്ന് പറയുന്നതും തപസ് തന്നെയാണ് വേദത്തെ നശിപ്പിക്കാൻ. ശ്രദ്ധിക്കേണ്ട വിഷയ. കാരണം പലപ്പോഴും ആധ്യാത്മികതയുടെ പേരിലും തപസ്സിന്റെ പേരിലും ഉപാസനയുടെ പേരിലും കാണിക്കുന്നതായിട്ടുള്ള വേദവിരുദ്ധമായ പ്രവൃത്തി വേദത്തിനെ നശിപ്പിക്കുന്നു. അപ്പൊ വേദത്തിന്റെ നാശം പുസ്തകം കത്തിച്ചുകൊണ്ടല്ല സംഭവിക്കുന്നത്. ആ വേദത്തിന്റെ നാശം പോലും ഈ സഞ്ചരിക്കാൻ പാടില്ലാത്ത രീതിയിലൂടെ വേദമാർഗം സഞ്ചരിക്കാൻ ഇടവരുമ്പോൾ, അപ്പൊ അതുകൊണ്ട് വേദ സംരക്ഷണം എന്ന് പറയുമ്പോൾ അവിടെയും നമ്മളുടെ തപോജീവിതവും നമ്മുടെ അനുഷ്ഠാന ക്രമങ്ങളും ഒക്കെ ഈ വേദത്തിന് കോട്ടം വരാത്ത തരത്തിലല്ലേ എന്ന് പ്രത്യേകിച്ചും നമ്മളൊക്കെ ആലോചിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അസുരന്മാര്, അതുപോലെ ദേവന്മാര്, എല്ലാവരും എന്തിനധികം ലോകം മുഴുവനും ആ തപസ്സുകൊണ്ട് അങ്ങേയറ്റം വിഷമിച്ചു എന്നാണ്. ആ വിഷമിക്കുന്ന സമയത്താണ് ഈ ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്ന ഈ ദുർഗമന്റെ മുന്നിൽ ബ്രഹ്മാവ് ആവിർഭവിക്കുന്നതും ആ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ദാനവശ്രേഷ്ഠനായ ഈ ദുർഗമൻ അവിടെ വെച്ച് ഈ അവിടുത്തെ മുന്നിൽ തൊഴുകൈകളോട് നിന്ന് സ്നാനം, ജപം, തപം ഇങ്ങനെയുള്ളതായ ഓരോന്നിലൂടെയും സേവിക്കപ്പെടുന്ന അവിടുത്തെ സ്തുതിച്ചു. അങ്ങനെ ആ ലോകം മുഴുവനും തൻ്റെ കാൽക്കീഴിലായിത്തീരണം. അങ്ങനെ സുരന്മാരെ വെല്ലുന്നതായ, ദേവന്മാരെ വെല്ലുന്നതായിട്ടുള്ള ശക്തി വിശേഷം തനിക്ക് സിദ്ധിക്കണം എന്ന് പറഞ്ഞ് ആ ദുർഗമൻ ബ്രഹ്മാവിൽ നിന്ന് വരങ്ങളെ നേടിയെടുത്തു. അങ്ങനെ ആ ദുർഗമന്റെ പ്രഭാവാതിശയത്തിൽ ലോകം മുഴുവനും ഉചിതമായ സ്നാനാദികള്, ജപം, തപം, ഹോമം ഇത്യാദികളൊക്കെ ഇല്ലാത്ത ഒരു ലോകമായിട്ടതാ പരിണമിച്ചു. അങ്ങനെ ആ വേദങ്ങളെ നഷ്ടപ്പെടുന്നതോട് കൂടിയിട്ട് വേദാധിഷ്ഠിതമായിട്ട് നടക്കേണ്ടതായ യാഗാദി കർമ്മങ്ങളെല്ലാം മുടങ്ങി. അതുപോലെ തന്നെ മഴയില്ലാതായി, കുളങ്ങളും കൂപങ്ങളും തടാകങ്ങളും ഒക്കെ വറ്റിവരണ്ടു. ആ സന്ദർഭത്തിലാണ് ആ കാലത്തെ ബ്രാഹ്മണ ശ്രേഷ്ഠരെല്ലാം ദേവിയെ ഉപാസന ചെയ്തത് എന്ന്.
അങ്ങനെ ആ ദേവിയെ ഉപാസന ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥന ചെയ്തു. ആ പ്രാർത്ഥനയുടെ സ്വരൂപമായിട്ട്, ബ്രഹ്മസ്വരൂപിണിയായിട്ട്, മായാ സ്വരൂപിണിയായിട്ട് ആ ദേവി ഇതാ സഹസ്ര ആദിത്യ സങ്കാശം ആയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വേഷഭൂഷാദികളോടുകൂടി ആ ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹദായിനിയായിക്കൊണ്ട് ദേവി ആവിർഭവിച്ചു. ആ ദേവിയാണ് ശതാക്ഷി എന്നുള്ള രൂപത്തിൽ ഇവിടെ പ്രകീർത്തിക്കപ്പെട്ടത് എന്നാണ്. ആ ദേവിയുടെ തൃക്കൈകളില് വില്ല്, ശരങ്ങള്, അതുപോലെ തന്നെ പൂക്കള് ഇതെല്ലാം ഉണ്ടായിരുന്നു. ദേവിയുടെ നേത്രങ്ങളിൽ നിന്ന് ആവോളം കണ്ണീരിന്റെ രൂപത്തിൽ മഴ ലഭിച്ചു എന്നാണ്. അങ്ങനെ ആ 9 ദിവസം നീണ്ടു നിന്നതായിട്ടുള്ള മഴ കൊണ്ട് ലോകം മുഴുവനും സന്തുഷ്ടമായി. നദികളും തോടുകളും കിണറുകളുമെല്ലാം നിറഞ്ഞ കവിഞ്ഞു എന്നാണ്. അങ്ങനെ ആ മായ കൊണ്ട് ഈ ലോകം മുഴുവൻ ചമയ്ക്കുന്ന ആ ദേവിയെ അവരതാ വേണ്ടവണ്ണം വാഴ്ത്തി സ്തുതിച്ചു. അവിടെ പറയുന്നത് ഭക്തലോക പാരിജാതം എന്നാണ് ദേവിയെ കുറിച്ച് പറയുന്നത്. അതുപോലെ ദേവിയെ കുറിച്ച് പറയുന്നത് നിത്യസംതൃപ്ത, നിരുപമ, ശാശ്വത എന്ന് മുതലായിട്ടുള്ള നാമങ്ങളെ കൊണ്ട്. അങ്ങനെ ഈ ദേവീദേവന്മാരെ വർണ്ണിക്കുന്ന സമയത്ത് വേദത്തിലും സഹസ്രാക്ഷ, സഹസ്രപാദ് എന്നൊക്കെ പറയുമ്പോൾ അത് കാരുണ്യത്തിന്റെ കാര്യത്തിലാണ് ഈ ഒരു ഭാവം. അപ്പോ കാരുണ്യം വഴിഞ്ഞൊഴുകി, അപ്പോ ഈ കാരുണ്യ പ്രവാഹം തൃക്കണ്ണിലൂടെ ഒഴുകുമ്പോ ആ കാരുണ്യം 100,000 കണ്ണുകളിലൂടെയായിട്ട് ഒഴുകുന്നു. അങ്ങനെ ദേവിക്ക് കാരുണ്യ പ്രഭാവം ഉണ്ടാകാൻ ഇടവന്നതായിട്ടുള്ള ആ സമയത്ത് എണ്ണമില്ലാത്തതായ അക്ഷിധരിക്കയാൽ എന്ന്. ശതം എന്നുള്ളത് ഒരു ബഹുവചന പ്രയോഗം, 1 or 2 കണ്ണുകളല്ല. ദേവിക്ക് കാരുണ്യം കൊണ്ട് ആ ഭക്തന്മാരോടുള്ള കൃപാതിരേകം കൊണ്ട് കണ്ണീർ തൂകിക്കൊണ്ട് 1000 കണ്ണുകളുള്ളതായിട്ട് വന്നു എന്നാണ്. ഞങ്ങൾക്ക് അവിടുത്തെ ആ അനുഗ്രഹം ഇന്ന് വേണ്ടവണ്ണം സിദ്ധിച്ചു. അങ്ങനെ തൻ്റെ സകലതും ദേവീദേവന്മാർക്കും അതുപോലെ മനുഷ്യരാശിക്കും അറിഞ്ഞു. ഈ സന്ദർഭത്തിലാണ് ആ ദുർഗമൻ ദേവിയോട് ഏറ്റുമുട്ടാനായിട്ട് വരുന്നത്. അങ്ങനെ ആ ദുർഗമനെ ഒതുക്കുന്നതിനായിട്ട് ദുർഗമന്റെ നേരെ ശരങ്ങള് വർഷിച്ചു. ആ ശരങ്ങള് അതിഗംഭീരമായ ശരങ്ങളുടെ വർഷം തന്നെ അവിടെ നടന്നു എന്നും ആ യുദ്ധം കണ്ടു നിൽക്കുന്നവർ മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്ന ആ സമയത്താണ് കോപിഷ്ഠയായിട്ട് തിരിച്ചും അമ്പുകൾ കോരിച്ചിരിഞ്ഞുകൊണ്ട് ആ അമ്മയെ ബ്രഹ്മാദി ദേവന്മാരെല്ലാം ഇതാ വാഴ്ത്തി സ്തുതിച്ചു. ശാകംഭരി മഹാമായേ ഭഗവതി ശങ്കരീ നമോസ്തുതേ എന്ന് തുടങ്ങിയിട്ടുള്ളതായ നിത്യ ദുഃഖത നിവർത്തകമായിട്ടുള്ള ദേവിയുടെ ഭാവങ്ങളെ എൻ്റെ ദേവീദേവന്മാരെല്ലാം വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങനെ ആ സംപ്രീതയായ ദേവി അവരെ അനുഗ്രഹിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ ശരീരം തന്നെയാണ് ഈ വേദങ്ങള്. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം പോലുള്ളതായ ഈ വേദങ്ങളെ നിങ്ങൾ സ്വന്തം ആത്മാവിനെ പോലെ സംരക്ഷിച്ചു കൊള്ളണം. നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ വേദങ്ങളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമത എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. എപ്പോഴും നിങ്ങൾക്ക് പൂജ്യയായിട്ടുള്ള ദേവിയായി ഞാൻ വിളങ്ങുമ്പോൾ ഒരിക്കലും എന്നെ നിങ്ങളെ പരിത്യജിക്കാതിരിക്കൂ എന്ന് മാത്രല്ല, എന്നിൽ ഈ ഭക്തിയും ശ്രദ്ധയും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുർഗമ ദൈത്യനെ നിഗ്രഹിച്ചതായ ദേവി അന്നു മുതൽ ദുർഗ എന്ന പേരിൽ
പ്രകീർത്തിക്കപ്പെട്ടു. ഇത് കേരളീയ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യം, ശാക്തേയ ഉപാസന സമ്പ്രദായത്തിൽ പരശുരാമൻ പ്രത്യേകമായി ദേവിയെ ഉപാസന ചെയ്യാനുള്ള മന്ത്രമായിട്ട് ദ്വാദശാക്ഷരി മന്ത്രം പറയാറുണ്ട്. ആ ദ്വാദശാക്ഷരി മന്ത്രത്തിൽ ദുർഗാം ദേവിയും എന്ന് തുടങ്ങുന്ന ആ ദ്വാദശാക്ഷരി മന്ത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും ദേവി ഭാഗവതം ഈ അവസരത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. എന്തായാലും ഇന്ന് നമുക്ക് ഈ ശതാക്ഷി മഹിമ കൂടി വർണ്ണിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കാം. മറ്റ് ഭാഗങ്ങൾ നാളെ നമുക്ക് മനനം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. വളരെ നന്ദി അച്യുതൻ നമ്പൂതിരി. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയുടെ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ദേവി ഭാഗവതം വെബിനാറിന്റെ സ്കന്ധം 7, 21 മുതൽ 40 വരെ അധ്യായങ്ങളാണ് നമ്മൾ ഇന്നും നാളെയുമായി ചർച്ച ചെയ്യുന്നത്. വളരെ വിലപ്പെട്ട അറിവ് പകർന്നു തന്ന അച്യുതൻ നമ്പൂതിരിക്ക് വളരെ നന്ദി. ഇന്ന് പ്രാർത്ഥന ചൊല്ലിയത് അമ്മായ രവി, ഏലപ്പള്ളി മന. അമ്മായിക്ക് നന്ദി. സ്വാഗതം അരുളിയത് സരസ്വതി മഠം ഗിരീഷ് നമ്പൂതിരിയാണ്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. നാളെ ഈ പ്രഭാഷണത്തിന്റെ 2ാം ഭാഗം, ഇന്നൊരു അർദ്ധവിരാമമാണ് ഇടുന്നത്. ഇനി നാളെ ഇതിന്റെ 2ാം ഭാഗമുണ്ട്. നാളെ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരും നാളെയും കൃത്യം 8 മണിക്ക് മുമ്പായി ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. വളരെ നന്ദി. നമ്പൂതിരി വളരെ നന്ദി.